ഒരു ഘട്ടം വരെ വലിയ രീതിയിൽ പാല് നൽകി പിന്നീട് പാല് നൽകാത്ത പശുക്കളുണ്ടല്ലോ, ഐറ്റങ്ങൾക്ക് തീരെ മാർക്കറ്റില്ലാതായി, മാർക്കറ്റ് വില കിട്ടാതായി. കാരണം അവരെ വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പശു വളർത്തി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ, അതായത് കറവ പറ്റിയ പശുവിനെ വിൽക്കുന്ന ഈ സാഹചര്യം അദ്ദേഹത്തിന് വലിയൊരു എമൗണ്ട് കയ്യിൽ വരുന്ന സമയമാണത്. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ പോലും എനിക്ക് തന്നെ അറിയാം, നമ്മുടെ സമീപത്തൊക്കെ ഉള്ള ചേളാരി ചന്തയിലൊക്കെ ഏകദേശം ഒരു പോത്തിനൊക്കെ വേണമെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ പൈസ നൽകേണ്ടതുണ്ട്. അത് ഒന്നുമല്ല, 2 വരെ എത്തുന്ന സാഹചര്യം ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിന്റെ ഗ്രേഡ് അനുസരിച്ച് വില താഴും. അങ്ങനെ എന്തായാലും ഒരു 25,000-ൽ കുറയാത്ത വിലയൊക്കെ എന്തായാലും കിട്ടും. രാജസ്ഥാനിലെ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നിയമം, ഗോവധ നിരോധന നിയമം പാസ്സാക്കിയോടുകൂടി ആ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഈ കറവ പറ്റിയ പശുക്കളെ അല്ലെങ്കിൽ കാളകളെ, പോത്തിനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയിലാണ് നിലവിലെ സാഹചര്യം. കാരണം ഒരു ഘട്ടത്തിൽ ഈ കറവ പറ്റിയ പശുക്കൾ വലിയ രീതിയിൽ വരുമാനം അവർക്ക് നൽകി കൊടുത്തിരുന്നു അവരെ വിൽക്കുന്നതോടെ. പക്ഷെ ഗോവധ നിരോധന നിയമം വന്നതോടുകൂടി വിൽപ്പനക്ക് കാര്യമായി ആളുകൾ ഇല്ലാതാകുകയും ഇത്തരം പശുക്കളെ കൊണ്ട് വരുമാനമില്ലാതെ കർഷകൻ ക്ഷീണിക്കുകയും, ഒരു കാളയെ അല്ലെങ്കിൽ പശുവിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് എത്ര പൈസ കൊടുക്കണം? ഏറ്റവും ചുരുങ്ങിയത് അതിനുള്ള തീറ്റ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 100 മുതൽ 300 രൂപ വരെ ഒരു ദിവസം ചിലവാകും. ഒരു ദിവസം കറവ പറ്റിയ പശു ആയതുകൊണ്ട് തന്നെ ഇതിന് വരുമാനമില്ല. കർഷകനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ നഷ്ടമാണ് അവൻ ഒരു ദിവസം സഹിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു. ഇതിന്റെ ഫലമായി എന്താ ഉണ്ടായതോ, വടക്കേ ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ റോഡിലും ഫുട്പാത്തിലൊക്കെ പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇത്തരം പശുക്കൾ ഏതെങ്കിലും വലിയ രീതിയിലുള്ള കൃഷിനാശം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ വിളകളൊക്കെ വിറ്റകൾ തിന്നു. പശുക്കളോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കർഷകൻ കഷ്ടപ്പെട്ടതാണ്, അവൻ വെള്ളം ഒഴിച്ചതാണ്, അവൻ വെയിലത്ത് പണിയെടുത്തതാണ്, അങ്ങനെ മുളച്ചുണ്ടായതാണ്, അത് പശുക്കളെ നിങ്ങൾ തിന്നത് എന്ന് പശുക്കളോട് പറയാൻ പറ്റുമോ? എന്തായാലും ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പശുക്കൾ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ കർഷകന്റെ വിള തിന്നതോടുകൂടി ആ പശുക്കൾ കൃഷിക്കും വലിയ രീതിയിൽ നാശം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ചത്തുടങ്ങുന്ന പശുക്കളുണ്ടല്ലോ, വലിയ രീതിയിലാണ് രോഗവ്യാപനം ഉണ്ടാക്കുന്നത്. ആ മേഖലയില് വലിയ രീതിയിൽ രോഗവ്യാപനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സർക്കാർ ഇതിന് പറഞ്ഞ ഒരു ബദൽ മാർഗം എന്ന് പറയുന്നത് ഗൗശാലകളിൽ ഇത്തരം പശുക്കളെ, അതായത് ഇത്തരം കറവ് പറ്റിയ വരുമാനമില്ലാത്ത പശുക്കളെ കൊണ്ടാക്കാമെന്നാണ്. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വളരെ പരിമിതമാണ്. ഒരു ഗൗശാലയിൽ ഒരേ സമയം എത്ര പശുക്കളെ നോക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10 പശുക്കളെ നോക്കാൻ പറ്റുമോ? 100 പശുക്കളെ നോക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ഒരു 3 പശു ഉണ്ടായാൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് എത്രയാണ്? അതേ സമയത്ത് ഗോശാലയിൽ 100ഉം 1000 പശുക്കളെ എങ്ങനെ സംരക്ഷിക്കപ്പെടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ചത്തുപോയ പശുക്കളുടെ സംസ്കരിക്കാൻ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ പറഞ്ഞ സ്ഥലത്തൊന്നും. നമ്മളിപ്പോ നേരത്തെ കണ്ട ആ വിഷ്വൽ ഉണ്ടല്ലോ, അതെന്താണ് സംഭവിച്ചത്? പശുക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞായിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവരെ സംസ്കരിക്കാൻ ഇടമില്ല, അപ്പൊ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടും. ഇത് പിന്നീട് എന്താവും? ചത്ത പശുക്കൾ ഇത്തരത്തിൽ കിടക്കുന്നതോടെ ഇത് പൊതുജന ആരോഗ്യത്തിന് തന്നെ വലിയ രീതിയിൽ വെല്ലുവിളി ഉണ്ടാവും.